ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് അതും നമ്മൾ നോക്കും. ഈ റീഡിങ്ങിന് എൻഡ് വരെ നോക്കുക, എന്ന് വെച്ചാൽ എൻഡിലാണ് ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്താവുകയെന്ന് നോക്കാൻ പോണേ. ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം അതും നമ്മൾ എൻഡിലാണ് നോക്കുക. അപ്പോൾ എൻഡ് വരെ നോക്കുക. ആൻഡ് ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനും മറക്കരുത്, എന്നുവെച്ചാൽ അങ്ങനെ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോറസ്, ഇവിടെ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നൈറ്റ് ഓഫ് സോഡ്സ് ഒരു കുറേ റെസ്റ്റ്ലെസ് എനർജിയാണ്, ഒരു ക്വിക്ക് മൂവ്മെൻ്റ് എനർജിയാണ്, ട്രാവൽഡ് എനർജിയാണ്. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ നിങ്ങളുടെ സ്ഥലത്തല്ല താമസിക്കുന്നുണ്ടാവുക, കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട് നിങ്ങളെ മീറ്റ് ചെയ്യാൻ. അതല്ല ചെയ്തൊരു കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്, കുറേ ക്വിക്ക്ലി, കുറേ ഇമ്പൾസീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അപ്പോൾ അതും ആവാം. ഓരൽസ് ഈ പേഴ്സൻ്റെ നേച്ചർ അങ്ങനെ ആയിരിക്കാം, ഒരു ഇമ്പൾസീവ് അൺപ്രെഡിക്റ്റബിൾ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ഇവിടെ ഈ പേഴ്സൻ്റെ എനർജി ക്വീൻ ഓഫ് വോൺസ് ആണ്. ഫയർ സൈൻ, കുറേ പാഷനേറ്റ് എനർജി, കുറേ സെൽഫ് കോൺഫിഡൻറ്റ് എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം ഈ പേഴ്സൻ്റെ എനർജി, ഈ പേഴ്സൻ്റെ സൈൻ. പക്ഷെ സയൻസിൽ അത്ര ശ്രദ്ധിക്കേണ്ട, മെസ്സേജിൽ ശ്രദ്ധിക്കൂ. അവിടെ അത് റെസൊനേറ്റ് ചെയ്താൽ മതി. സയൻസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. അപ്പോൾ ഇവിടെ വേൾഡ് ആണ് ഞാൻ കാണുന്നത്, ഒരു കംപ്ലീഷൻ, ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്. അത് നിങ്ങളുടെ സൈഡിലാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ റീസെൻ്റ്ലി എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഇത് ജനറൽ ലൈഫിലായിരിക്കാം, ഓർ കരിയറിലാവാം. പക്ഷേ ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ മേ ബി ഇതൊരു റിലേഷൻഷിപ്പിലും ആവാം, ഇതൊരു റീലൊക്കേഷനും ആവാം. അപ്പോൾ മേ ബി നിങ്ങൾ വേറൊരു സ്ഥലത്ത് റീലൊക്കേറ്റ് ചെയ്തു, ഓർഎൽസ് നിങ്ങളുടെ പേഴ്സൺ വേറെ ഒരു സ്ഥലത്ത് റീലൊക്കേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഹാങ്ഡ് മാൻ ആണ്, പൈസീസ് എനർജി. ഈ പേഴ്സൺ ആൻഡ് നിങ്ങൾ ടച്ചിലല്ല വെച്ചാൽ ഡെഫിനറ്റ്ലി ഇവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. കുറേ അവർ മിസ് ചെയ്യേണ്ട നിങ്ങളെ, കുറേ ഓൾഡ് ടൈംസിനൊക്കെ അവർ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മിസ്സിങ് എനർജി ഉണ്ട്. ഞാൻ പറഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു പുതിയ ബിഗിനിങ് ആണ് ലവിൻ്റെ. ഈ പേഴ്സൺ ചിലപ്പോൾ സഡൻലി നിങ്ങളെ മെസ്സേജ് ചെയ്യും, ഓർഎൽസ് നിങ്ങൾ ഈ പേഴ്സണെ സഡൻലി മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒരു കുറേ പാഷൻ ഉണ്ട്, ഒരു ഫ്ലേർട്ടിങ് എനർജി ഞാൻ കാണുന്നുണ്ട്, മെസ്സേജസിൻ്റെ എനർജി ഉണ്ട്, ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി ഉണ്ട്. പക്ഷെ എവിടെയോ നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താവാൻ പോണേ, അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത് കഴിഞ്ഞു, നിങ്ങൾ റീകൺസൈൽ ചെയ്തു, നമ്മൾ ആദ്യം ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നെക്സ്റ്റ് എന്താ, ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ, അതൊക്കെയാണ് നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യണത്. എങ്ങനെയാ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക, ഇതിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് വെച്ചാൽ ആ ഡിസ്റ്റൻസിന് എങ്ങനെ നിങ്ങൾ കവർ ചെയ്യുക, ഇത് പ്രാക്ടിക്കൽ ആണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മനസ്സിൽ. ഇത് ഈ പേഴ്സൻ്റെ എനർജി ഡെവിൽ ആണ്. അപ്പോൾ എന്തോ ഇവിടെ ഒരു അൺഹെൽതി ബിഹേവിയർ ഉണ്ട് ഈ പേഴ്സൻ്റെ സൈഡിൽ. ഓരൽസ് ഈ പേഴ്സൺ ഒരു കാപ്രിക്കോൺ ആവാം. മേ ബി ഈ പേഴ്സൺ അത്ര മെച്ചോർഡ് ആയിരിക്കില്ല, ഓരൽസ് ഈ പേഴ്സൻ്റെ ഏജും നിങ്ങളെക്കാട്ടിലും കുറച്ചൊരു കുറവായിരിക്കും, ആൻഡ് അതുകൊണ്ടൊരു ഇമ്മെച്ചോറിറ്റി അതായിരിക്കാം. ഓരൽസ് ഇവിടെ ഒരു സ്റ്റാഗ്നൻസി ആവാം. അതുമല്ല വെച്ചാൽ ഇവിടെ എന്തോ ഒരു അഡിക്ഷൻ ആവാം. ഈ പേഴ്സൺ മേ ബി ഇമോഷണലി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും, ഓരൽസ് എന്തോ നിങ്ങൾ അറിയാണ്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഈ നൈറ്റ് ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്, 10 of Pentacles. അപ്പോൾ ആരോ നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്നുണ്ട്, കുറേ ക്വിക്ക്ലി വരുന്നുണ്ട്. ഈ 10 of Pentacles എന്താണ്, എംപ്രർ. ഇവിടെ ഒരു ഓഫർ വരുന്നുണ്ട്, അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഏരീസ് എനർജിയാണ് എംപ്രർ. ഈ പേഴ്സൺ മേ ബി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ടാവും, ഓരൽസ് ഒരു സഡൻ പ്രപ്പോസൽ എക്സ്പെക്ട് ചെയ്യാം. എന്തോ ഒരു സഡൻ എനർജിയാണ് ഞാൻ കാണുന്നത് ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു വലിയ ചേഞ്ച് ഞാൻ കാണുന്നുണ്ട്. ക്വീൻ ഓഫ് വോൺസ് ഈ പേഴ്സന്റെ എനർജി, 7 of swords.
പക്ഷെ ഈ പേഴ്സന്റെ എനർജിയിൽ 7 ഓഫ് സോഡ്സ് ആയതുകൊണ്ട് എന്തോ ഈ പേഴ്സൺ ഒളിപ്പിക്കുന്നുണ്ട്, എന്തോ ഈ പേഴ്സൺ ഓണസ്റ്റ് അല്ല. ഇപ്പോൾ മേ ബി അവരുടെ ഓൾറെഡി മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവും, അതാണോ അവർ നിങ്ങളോട് പറയാണ്ടേ ഇരിക്കണത്, ഓരൽസ് അവർ നിങ്ങളോട് എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും, അത് അവർക്ക് അറിയാം ആ പ്രോമിസ് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തോ ഇവിടെ നടക്കുന്നുണ്ട്. എന്താ ഈ 7 ഓഫ് സോഡ്സ് ഈ പേഴ്സന്റെ എനർജിയിൽ? കുറെ സീക്രറ്റ്സ് ഉണ്ട് ഈ പേഴ്സന്റെ, ഇവര് എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ആൻഡ് അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഈ വേൾഡ് നിങ്ങളുടെ എനർജിയിൽ എന്താണ്? 4 ഓഫ് കപ്സ്. അപ്പൊ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഓരൽസ് ഒരു എന്തോ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ട് ഇവിടെ. ആൻഡ് നിങ്ങൾ അതിന് ഹീൽ ചെയ്തിട്ട് മുമ്പോട്ട് പോകാനായിരുന്നു നോക്കണ്ടായിരുന്നെ. ഹാങ്ഡ് മാൻ ഈ പേഴ്സന്റെ എനർജി, 9 ഓഫ് കപ്സ്. അവര് നിങ്ങളെ മാത്രമായിട്ടാണ്, അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഒരു ഒബ്സെഷൻ മാതിരി. അവർ നിങ്ങളെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആയിട്ടാണ് കാണുന്നത്. അവർ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് അവർ ആ സ്ട്രെങ്ത് ആണ് ഗ്യാദർ ചെയ്യണേ. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ അവർക്കൊരു പേടി ഉണ്ടാവും നിങ്ങൾ റിജക്റ്റ് ചെയ്യോ ഈ പേഴ്സണിനെ. പക്ഷെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലവ് ഓഫർ ഉണ്ട്, റീകൺസിലിയേഷൻ ഉണ്ട്. ഈ പേഴ്സൺ പേജ് ഓഫ് വോൺസിൽ എന്തുകൊണ്ടാണ്? എംപ്രസ്. അപ്പോൾ ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഇവിടെ ഉണ്ടാവാൻ വഴിയുണ്ട്. ഓരൽസ് മേ ബി അവരുടെ ഒരു കുട്ടിയുണ്ട്, അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇത് മേ ബി അവർ മാരീഡ് ആണ്, മേ ബി അത് അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ എംപ്രസ് എന്താണ്? ജഡ്ജ്മെന്റ്. മേ ബി അവർ സെപ്പറേറ്റഡ് ആയിരിക്കാം ആൻഡ് അത് മേ ബി അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തോ ഇവർ ഒളിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ ഒരു റീകൺസിലിയേഷൻ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. അവർക്കും ഒരു ചാൻസ് വേണം ഈ റിലേഷൻഷിപ്പിൽ. അപ്പൊ ഈ 2 ഓഫ് വോൺസ് നിങ്ങളുടെ എനർജി എന്താണ്? 8 ഓഫ് വോൺസ്. ഈ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പൊ മുമ്പോട്ട് എങ്ങനെയാ പോവണ്ടേ, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ. എന്ന് വെച്ചാൽ പാസ്റ്റില് നിങ്ങൾ രണ്ടാളുടെയും കുറെ ഒരു ബാഗേജ് ഉണ്ട്, അതിനെ ക്ലിയർ ചെയ്യാണ്ട് മുമ്പോട്ട് പോവാ പറഞ്ഞാൽ അതൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് ആവുമെന്ന് നിങ്ങൾക്കും അറിയാം. കുറെ ഇഷ്യൂസ് ഉണ്ട്, അത് ഇതുവരെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. ഡെവിൽ ഇവിടെ എന്താണ്? ഇവർ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ഓഫർ ചെയ്യേണ്ട, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്. ആൻഡ് വേഗം വരുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. പറഞ്ഞാൽ ഇതിപ്പോ കൂടുതൽ അവർ ഡിലേ ചെയ്യില്ല, ഈ ഓഫർ വേഗം തരും. കുറെ ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഈ ഡെവിൽ എന്തുകൊണ്ടാണ്? ഈ അൺഹെൽതി ടോക്സിക് ട്രേറ്റ് എന്താണ്? സ്റ്റാർ. അവർ ഹീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എഡിക്ഷൻസ് ഉണ്ടാവും ഈ പേഴ്സന്റെ. ആ എഡിക്ഷൻ ഉണ്ടായാലും അവർ അതിനെ ഹീൽ ചെയ്യാനാണ് നോക്കണത്, അവർ ഇംപ്രൂവ് ചെയ്യാനാണ് നോക്കണത്. അത് നല്ല കാര്യമാണ്. അപ്പൊ എന്തായിരിക്കും ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ? 5 ഓഫ് സോഡ്സ്. അപ്പൊ ഇതായിരിക്കും ആ അൺഹെൽതി ട്രേറ്റ്. എന്ന് വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ ഇവരുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. കുറെ റൂമേഴ്സ് ഉണ്ട്, ഗോസിപ്പ് ഉണ്ട് ഈ പേഴ്സന്റെ ബിഹേവിയർ കാരണം. ഇവിടെ ഈ പേഴ്സൺ കുറെ ഒരു ഫ്ലേർട്ടിംഗ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ആൻഡ് ആ അവരുടെ പാസ്റ്റ് എങ്ങനെയോ ഈ കറണ്ട് റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ എന്താണ്? 5 ഓഫ് പെന്റിക്കിൾസ്. ഇവിടെ ഞാനൊരു റിജക്ഷൻ ആണ് കാണുന്നത്, ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഔട്ട്കം ആയിട്ട് കാണുന്നത്. ടോറസ് എനർജി. നിങ്ങൾ ഈ പേഴ്സന്റെ ഓഫർ കിട്ടിയിട്ടും ഹാപ്പി അല്ല. ഹാപ്പിയാണ്, പക്ഷെ ഇതൊരു ലോങ് ടേം കാര്യമല്ല. ഇത് പേജ് ഓഫ് പെന്റിക്കിൾസ് ഒരു ചെറിയ ഓഫറാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾ വേറെ എന്തോ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഓഫർ ചെയ്യണത് അത്ര ഒരു വലിയ കാര്യമായിട്ട് ഓഫർ ഒന്നല്ല. അപ്പൊ അതുകൊണ്ടുള്ള ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കാം. ഇവിടെ കുറെ പാഷൻ ഉണ്ട്. മേ ബി ഇവരുടെ ഇന്റൻഷൻസ് കുറെ ഫിസിക്കൽ അട്രാക്ഷൻ ബേസിസ് ആണ്, ഇമോഷൻസ് അത്ര ഇല്ല ഇവിടെ. അതും ഒരു പ്രോബ്ലം ആയിരിക്കാം. പക്ഷെ നമ്മൾക്ക് റൊമാൻസ് ഏഞ്ചൽ കാർഡ്സ് നോക്കാം എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പാഷൻ. അപ്പൊ അഗൈൻ ഇവിടെ പാഷൻ ആണ് ഞാൻ കാണുന്നത്. അലൗ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിംഗ് വിത്ത് ജോയ്. ഇവിടെ ഫിസിക്കൽ പാഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. മേ ബി ട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ദിസ് സിറ്റുവേഷൻ ഇസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഫെയ്ത്ത് വെക്കുക. ആൻഡ് ഇതൊരു പാഷനറ്റ് റിലേഷൻഷിപ്പ് ആണ്, പക്ഷെ ഇവിടെ സെപ്പറേഷൻ ഉണ്ട് അടിയിൽ. നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഈ സമയത്ത്. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്നേഴ്സ് ഓൺ ദ ഹൊറൈസൺ. ദിസ് കുഡ് ബി ദ വൺ. അപ്പോൾ
എന്തായാലും ടോറസ് ഞാൻ കാണുന്നത് ഔട്ട്കം ഒരു റിജക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു അൺഹാപ്പി ഔട്ട്കം ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നിട്ടും അവർ ഓഫർ തരണത് അത്ര ഒരു നല്ല ഓഫർ അല്ല. പറഞ്ഞാൽ അവർ മേ ബി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക ഒരു മാരേജ് ഓഫർ ആയിരിക്കാം, പക്ഷെ ഇവർ നിങ്ങൾക്ക് ഡേറ്റിംഗിന്റെ ഓഫർ ആയിരിക്കും തരുന്നുണ്ടാവുക. ആൻഡ് അതുകൊണ്ട് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ടല്ല ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോണേ, അതുകൊണ്ട് ഒരു വലിയ ഡിസപ്പോയിന്റ്മെന്റ്. പക്ഷെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഔട്ട്കം. പക്ഷെ ഇത് ഒരു മാസത്തിന്റെ ഔട്ട്കം മാത്രമാണ്. അപ്പൊ നെക്സ്റ്റ് മന്ത് നമ്മൾക്ക് നോക്കാം എന്താണ് പ്രോഗ്രസ് ഉണ്ടാവണേന്ന്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പൊ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ എന്നെ ഇമെയിൽ ചെയ്യാന്ന് വെച്ചാൽ വാട്സാപ്പിൽ പോയിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. ഞാൻ അവിടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.